ഹായ് ഓൾ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട തയ്യാറാക്കാം. ആദ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് ആദ്യം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത ഈ എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് ആദ്യം നമുക്ക് തവിയും കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ചൂടാറിയ ശേഷം കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു സ്വല്പം നെയ്യും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് തന്നെ ശർക്കര പാനിയാക്കി എടുക്കാം. നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നല്ലതായിട്ട് തിളച്ച് വരുന്ന തോറും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാനിയൊക്കെ എടുത്തിട്ടുണ്ട്. ആ പാനിയൊക്കെ എടുത്ത് ഒരു 3-4 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ചൂടങ്ങാറി കിട്ടും. അതിനുശേഷം നമുക്ക് ഓരോരോ ബോളാക്കി ഉരുട്ടിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് നമുക്ക് ബോളാക്കി ഉരുട്ടി എണ്ണ വെച്ച് അങ്ങോട്ട് ഇടാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടാണ് ബോളാക്കി എടുത്തിട്ട് ഇതൊരു കുഴി ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീരയും ശർക്കരയും കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് ബോളാക്കി ഉരുട്ടിയെടുക്കുക. നമുക്ക് ഡയറക്റ്റ് നമുക്ക് പാത്രത്തിലോട്ടും വെക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങനെ എല്ലാ ബോളും ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചത്. ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ നമുക്ക് തുടക്കക്കാരായിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഓരോ ഉരുള ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഡലി പാത്രം നമുക്ക് വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ഓയിലൂടെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ കൊഴുക്കട്ടയും ഓരോ ബോളും ഇതുപോലെ എടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കണം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഒരു സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കറിയാൻ പറ്റും വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ആവിയിൽ വെന്ത് കിട്ടും. അപ്പം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട തന്നെയാണ് ഇത്. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ്. അപ്പം ഇതുണ്ടോ, ഓപ്പൺ ആക്കി ഒന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ട തന്നെയാണ്. ഉറപ്പായിട്ടും ഇതൊന്ന് കുക്ക് ചെയ്ത് നോക്കുക. പാചകം തുടങ്ങി വരുന്നവർക്കൊക്കെ ഇത് പഠിക്കാനുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഉപകാരപ്പെടും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് വിട്ട് തരണം. നല്ലതാണെന്നല്ലാതെ ഇടണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് വിടണം.